കോഴിക്കോട് വിജിൽ നരഹത്യ കേസിൽ മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കാൻ സരോവരത്തെ ചതുപ്പ് നിലയത്തിൽ നടത്തിയ പരിശോധന താൽക്കാലികമായി നിർത്തിവെച്ചു. പ്രതികൂല കാലാവസ്ഥയെ തുടർന്നാണ് പരിശോധന നിർത്തിയത്. കൂടുതൽ സംവിധാനങ്ങളുമായി നാളെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കും. കോഴിക്കോട് സരോവരത്തെ ചതുപ്പ് നിലത്തിൽ വിജിലിന്റെ മൃതദേഹം കുഴിച്ചിട്ടു എന്ന പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രദേശത്ത് പരിശോധന ആരംഭിച്ചത്. രാവിലെ 9 മണിയോടെയായിരുന്നു ഒന്നാം പ്രതി നിഖിലുമായി അന്വേഷണ സംഘം സരോവരത്തെത്തിയത്. മെഡിക്കൽ ഫോറൻസിക് ഉദ്യോഗസ്ഥർ, പോലീസ് ഫോറൻസിക് സയന്റിഫിക് ഉദ്യോഗസ്ഥർ, തഹസീൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ സംഘം എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. യുവാവിന്റെ മൃതദേഹം താഴ്ത്തിയ സ്ഥലം പ്രതി അന്വേഷണ സംഘത്തെ കാണിച്ചതോടെ ചതുപ്പിലെ വെള്ളം വറ്റിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. എന്നാൽ പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് തെരച്ചിൽ നിർത്തിവെക്കേണ്ടി വന്നു. മഴ മൂലം ചതുപ്പിലെ വെള്ളം വറ്റിക്കാൻ സാധിച്ചില്ല. സ്ഥലത്ത് ചെളിയും മരക്കഷ്ണങ്ങളും കുന്നുകൂടി കിടക്കുന്നതും പരിശോധനയ്ക്ക് വെല്ലുവിളിയായി. ഞങ്ങൾക്ക് പരമാവധി നമുക്ക് എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. ചളിൻ്റെ അടിയിൽ നിന്ന് ഈ കമ്പുകൾ എടുത്തിട്ട് പൊന്തുന്നില്ല. അപ്പം ഞങ്ങളൊരു 10-40ഓളം പീസുകൾ ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. ഇനി ഒരു 100-150 പീസ് കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഇനി എടുത്ത് മാറ്റണമെങ്കിൽ ഇറ്റാച്ചി പോലുള്ള വലിയ വാഹനം വേണം. കല്ലിൻ്റെ അടിയിലാണ് ബോഡി കിടക്കുന്നതെന്ന് പറയും. ഒരു കല്ല് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. പ്രതികൾ കാണിച്ചെന്ന് 2 സ്ഥലങ്ങൾ ഫുള്ള് നോക്കി. നമ്മളിപ്പോൾ ഒരു 150 മീറ്റർ നീളത്തിൽ താഴ്ന്ന് മൊത്തം മേലെ വരെ കയറി നോക്കിയിട്ടും നമുക്ക് കല്ല് കാണാൻ പറ്റിയില്ല. കൂടുതൽ സംവിധാനങ്ങളുമായി നാളെ വീണ്ടും തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചു. 2019 മാർച്ച് 24-നാണ് വിജിലിനെ കാണാതാകുന്നത്. ബന്ധുക്കളുടെ പരാതിയിൽ അന്വേഷണം ഏറെ നടന്നെങ്കിലും തുമ്പുണ്ടായില്ല. പഴയ മിസ്സിംഗ് കേസുകൾ വീണ്ടും പരിശോധിക്കാനുള്ള നിർദ്ദേശത്തെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് വിജിൽ തിരോധാന കേസിന്റെ ചുരുളഴിച്ചത്. വിജിലിനെ കുഴിച്ചുമൂടിയ കേസിൽ 1-ാം പ്രതി എരഞ്ഞിപ്പാലം സ്വദേശി നിഖിൽ, 3-ാം പ്രതി വേങ്ങേരി സ്വദേശി ദീപേഷ് എന്നിവരാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. മനഃപൂർവ്വമല്ലാത്ത നരഹത്യ, സംഘം ചേർന്നുള്ള കുറ്റകൃത്യം, തെളിവ് നശിപ്പിക്കൽ, മൃതദേഹത്തോടുള്ള അനാദരവ് എന്നിവയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ. വിജിലിന്റെ ബൈക്കും മൊബൈൽ ഫോണും കല്ലായി റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഉപേക്ഷിച്ചുവെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം 1-ാം പ്രതിയായി നിഖിലുമായി അന്വേഷണ സംഘം കല്ലായി റെയിൽവേ സ്റ്റേഷനിലെത്തി. സ്റ്റേഷന് സമീപത്തെ കാട്ടിൽ നിന്നും ബൈക്ക് കണ്ടെടുത്തിരുന്നു. അമിത അളവിൽ ലഹരിമരുന്ന് നൽകിയതിനെ തുടർന്ന് വിജിൽ മരണപ്പെട്ടതോടെ സുഹൃത്തുക്കൾ ചേർന്ന് കുഴിച്ചിടുകയായിരുന്നു. സരോവരം പാർക്കിൽ കുഴിച്ചിട്ടെന്നാണ് പ്രതികളുടെ മൊഴി. ചതുപ്പിൽ താഴ്ത്തി 8 മാസങ്ങൾക്ക് ശേഷം വിജിലിന്റെ അസ്ഥികൾ കുഴിച്ചെടുത്ത് കടലിലൊഴുക്കിയതായും സംസ്കാര ക്രിയകൾ നടത്തിയതായും പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കൂടാതെ മരണാനന്തര ചടങ്ങുകൾ നടത്തിയത് കോഴിക്കോട് വരക്കൽ കടപ്പുറത്താണെന്നും പ്രതികൾ മൊഴി നൽകിയിരുന്നു. എന്നാൽ പ്രതികൾ മൃതദേഹത്തിൽ നിന്നും അസ്ഥിയെടുത്ത തീയതി വ്യക്തമായിട്ടില്ല. ഇതോടെ കർമ്മിയെ കണ്ടെത്താനുള്ള അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട്. കർമ്മിയെ സാക്ഷിയാക്കുന്നത് കേസിന് ബലം നൽകുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ. കസ്റ്റഡി കാലാവധിയായ 3 ദിവസത്തിനുള്ളിൽ തന്നെ പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം പ്രതികളെ നാളെ കോടതിയിൽ ഹാജരാക്കും. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ വീണ്ടും കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ബംഗളൂരുവിലെ സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന പ്രതികളിലൊരാളായ നിഖിലിനെ പോലീസ് ജോലിസ്ഥലത്ത് നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ദീപേഷിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. കേസിലെ മറ്റൊരു പ്രതിയായ രഞ്ജിത്ത് ഒളിവിലാണെന്ന് പോലീസ് അറിയിച്ചു. ഇയാൾക്കായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കോഴിക്കോട്.